രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്നറിയാൻ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സേ, രാധേ രാധേ എന്ന ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സേ, നിങ്ങൾക്കെല്ലാവർക്കും രാധേ രാധേ എന്ന ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ എങ്ങനെ രാധാഭക്തനായി, ആ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ദൈവത്തെ സ്മരിച്ചിട്ട് തുടങ്ങാം. എൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊള്ളൂ. ഓം മഹാഗണപതയേ നമഃ. ഓം ശനൈശ്വരായ നമഃ. ഓം സരസ്വത്यै നമഃ. ഓം സർവശക്തിഐക്യരൂപ ശ്രീ മൂകാംബായേ നമോ നമഃ. ഓം നമഃ ശിവായ. ഓം ഉമായേ നമഃ. ഓം വജദ്ഭുവേ നമഃ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. ഓം വൃന്ദാവനേശ്വരി രാസേശ്വരി രാധികായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. ഒപ്പം നിങ്ങൾ വീട്ടിൽ ഫ്രീ ആണെങ്കിൽ എന്നോടൊപ്പം നൃത്തം ചവിട്ടിക്കൊണ്ട് പാടൂ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി की
ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എൻ്റെ കൺകണ്ട ദൈവൻ രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തന്നെന്നെ സർവ്വ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചെടുക്കുന്ന ലോകമാതാവ് ആദി പരാശക്തി എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പല വീട്ടമ്മമാരും എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാറേ ഞങ്ങളിപ്പോൾ സാറിനെ പോലെ അടുക്കളയിലൊക്കെ പാചകം ചെയ്യുമ്പോഴും പതുക്കെ കുണിഞ്ഞ് ഡാൻസൊക്കെ കളിച്ച് രാധേ രാധേ ഊ രാധേ 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 ഊ രാധേ രാധേ ഇങ്ങനെ പാടിക്കൊണ്ടാ സാറേ കറിക്ക് ഉപ്പിടുന്നത് എന്നൊക്കെ പറയുന്നു. അത് മാത്രവുമില്ല, ഞങ്ങളുടെ മക്കളും സാറേ, ഞങ്ങളുടെ മക്കളും ഇരുട്ട വിളിക്ക ഇങ്ങനെ കുണിഞ്ഞ് നടക്കുന്നുണ്ട്. നന്നായി, വളരെ വളരെ സന്തോഷമുണ്ട്. കണ്ണൂരിൽ നിന്നൊരു വീട്ടമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ രാധേ രാധേ എന്നുള്ള ഡാൻസ് ഒക്കെ ഇപ്പോൾ ഒരു വൈറലാണ് സാറേ. ഒക്കെ രാധാജിയുടെ അനുഗ്രഹമാണ്. അപ്പോൾ ഞാൻ എങ്ങനെ രാധാഭക്തനായി? ഏതാണ്ട് ഒരു വർഷക്കാലമായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സാറ് രാധാഭക്തനായ കഥയൊന്ന് പറയണേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ കഥ പറയാനോട് ഒരു ഇതുമില്ലായിരുന്നു. അത് പറയണ്ട എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. എന്നെ ആളുകൾ വിളിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് പറയാറുണ്ട്, ഞാൻ പറയാം, പിന്നെ ഞാൻ പറയാം. ഞാനതിന് മടിച്ചൊരു കാരണം, ഒന്ന്, തികച്ചും അവിശ്വസനീയമായ സംഭവങ്ങൾ, അത്ഭുതകരമായ സംഭവങ്ങൾ. പിന്നെ ഞാൻ ചില പ്രശസ്തരായവരുടെ പേരുകൾ പറയേണ്ടി വരും, കാരണം എന്നാലേ കറക്റ്റ് വിശ്വാസ്യത കിട്ടത്തുള്ളൂ. അപ്പം ഇതൊക്കെ കൂടെ കൂട്ടിച്ചേർത്ത് പിന്നെയും ഞാൻ വിചാരിച്ചു അതിനകത്തൊരു വമ്പൻ രഹസ്യവുമുണ്ട്. അപ്പം വേണ്ട, അത് എൻ്റെ മാത്രം സ്വകാര്യ സ്വത്ത്, രാധാറാണി അമ്മ പറയുന്നത്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് ഉറപ്പിച്ചൊരു കാര്യമായിരുന്നു. സത്യം പറഞ്ഞാൽ അടുത്ത കാലം വരെ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്ത് അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിലും എല്ലാവരും നിരന്തരം എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്, സാർ എങ്ങനെയാണ് രാധാഭക്തനായത്? അപ്പോഴും അതൊന്ന് പറ സാറേ. ഫോൺ വിളി കാരണം എനിക്കൊരു ഇടയ്ക്ക് വെച്ച് സഹിക്കാൻ വയ്യായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്ത് വൃന്ദാവനത്തിൽ നിന്നും ഒരു സ്വാമി എന്നെ വിളിച്ചിരുന്നു, ഒരു സന്യാസി വര്യൻ, മനസ്സിലായില്ലേ, മഹാജ്ഞാനി. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ രാധാഭക്തരില്ലല്ലോ, അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ എങ്ങനെ ഒരു രാധാഭക്തൻ ഇങ്ങനെ വന്നു? നോർത്ത് ഇന്ത്യയിലാണ് രാധാഭക്തരുള്ളത്, പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഉള്ള രാധാഭക്തരിൽ പോലും എൻ്റെ ആശ്രമത്തിൽ പലരും വന്ന് താമസിക്കുന്നതാണ് സാറേ. പക്ഷേ ഇത്രയും കറതീർന്ന ഒരു രാധാഭക്തി ഞാൻ ആരിലും കണ്ടിട്ടില്ല. അപ്പം അങ്ങ് എങ്ങനെ രാധാഭക്തനായി എന്ന് ഞാൻ ചോദിക്കേണ്ട, കാരണം രാധാറാണിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അങ്ങ് പുണ്യം ചെയ്ത ഒരാളാണ്. സ്വാമി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, പുണ്യം ചെയ്ത ഒരാളാണ്. കാരണം രാധാഭക്തനാവുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഭക്തി രാധാറാണി അനുഗ്രഹിക്കാതെ കിട്ടില്ല. അപ്പോൾ രാധാറാണി അനുഗ്രഹിച്ചതാണ്. പക്ഷേ അങ്ങയെ രാധാഭക്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ എന്ത് സാഹചര്യങ്ങളാണ് ഈ ലൗകിക ജീവിതത്തിൽ രാധാറാണി അമ്മ ഒരുക്കിയത് എന്ന് പറയാൻ, അത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സന്യാസി വര്യനാണ് നമ്മളടുത്ത് ഇത് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ അദ്ദേഹത്തോടെല്ലാം തുറന്നു പറഞ്ഞു, ഒരു കാര്യം ഒഴിച്ച്. ആ ഒരു കാര്യം ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പറയരുതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അത് പറയരുത് സാറ്, അത് പറയേണ്ട ആവശ്യമില്ല. അത് ഏത് കാര്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതെന്താണെന്ന് മൊത്തത്തിൽ പറയാതെ ഞാൻ പറഞ്ഞു തരാം സന്ദർഭം, ബട്ട് അത് മാത്രം ഞാൻ പറയില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാമിജിയും പറഞ്ഞു, അത് സാറ് പറയണ്ട. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, സാറേ എനിക്കെന്ത് പറയണമെന്നറിയില്ല, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി വരുന്നുണ്ട്. സാറ് വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഞാനൊരു സന്യാസിയാണ്. പക്ഷേ ഈ യൂട്യൂബിൽ വരുന്ന ഭക്തി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാറുണ്ട്. പക്ഷേ ഞാൻ സത്യസന്ധമായി പറയട്ടെ സാറേ, സാറിൻ്റെ ഈ ചാനൽ എന്നെ വല്ലാതെ ആകർഷിച്ചു. സാറിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ കാണുന്നുണ്ട്. സാറിൻ്റെ ഭക്തി മാത്രമല്ല, ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് വരെ ഇടയ്ക്ക് ഞാൻ കേട്ടായിരുന്നു സാറേ. പക്ഷേ സാറിൻ്റെ രാധയുടെ പ്രണയം അസാധാരണമാണ് സാറേ. ഒരു രാധാറാണി വിരൽ തൊട്ട് അനുഗ്രഹിക്കാത്ത ഒരു മനുഷ്യന്
62 എപ്പിസോഡ് ഇങ്ങനെ കൊണ്ടുവന്ന് പൂർത്തിയാക്കാൻ പറ്റില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെത് 12ാമത്തെ എപ്പിസോഡ് തൊട്ടാണ് കണ്ടു തുടങ്ങിയത്. എൻ്റെ അടുത്ത് മറ്റൊരു സ്വാമിയാണ് പറഞ്ഞത്, കേരളത്തിൽ നിന്ന് ഇങ്ങനൊരാളുണ്ട്, രാധേ രാധേ എന്നാണ് ചാനലിൻ്റെ പേര്, സ്വാമി കേൾക്കണം, ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാഭാവികമായിട്ട് ഞാനത് 12ാമത്തത് തൊട്ടാണ് കേട്ടു തുടങ്ങിയത്. പക്ഷേ അപ്പം തന്നെ ഞാൻ പ്ലേലിസ്റ്റ് എടുത്തിട്ട് 1 തൊട്ട് സാറിൻ്റെ കേട്ടു തുടങ്ങി. ഇപ്പം ഞാൻ ചൊവ്വാഴ്ച എന്ന ദിവസത്തിന് കാത്തിരിക്കുകയാണ്. കാരണം ചൊവ്വാഴ്ച ദിവസം 12 എന്നടിക്കുമ്പോൾ സാറിൻ്റെ രാധയുടെ പ്രണയം വരും. എൻ്റെ ആശ്രമത്തിൽ വരുന്ന എല്ലാവരോടും ഞാനത് പറയാറുണ്ട്. പക്ഷെ സാറിനോട് ഞാൻ ഒരു റിക്വസ്റ്റ് നടത്തുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് സ്വാമിജി? അപ്പോൾ എന്നോട് പറഞ്ഞു, സാറ് ഈ കഥ യൂട്യൂബിലൂടെ പറയണം, പറഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാമി ഇത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് പോലും ഒന്നും മിണ്ടണ്ട, അതൊക്കെ രാധാറാണി കൂടെ ഉണ്ട്, അങ്ങിത് പറയണം. ദേ അദ്ദേഹമാണ് പറഞ്ഞത്, അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ സാർ ഈ കഥ പറഞ്ഞിരിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, വെള്ളിയാഴ്ച ആകട്ടെ, എന്തോ ആ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വാക്ക് ദാ സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വാക്ക് തരുന്നു, ഞാൻ പറഞ്ഞിരിക്കും വെള്ളിയാഴ്ച. അതിനുശേഷം എനിക്കൊരു അങ്കലാപ്പായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ രാധാറാണിയുടെ കഥ പറയുമ്പോൾ നോട്ട് കുറിക്കാറില്ല. എൻ്റെ മനസ്സിൽ രാധാറാണിയുടെ അടുത്ത എപ്പിസോഡ് പറയേണ്ടതിനെക്കുറിച്ചൊരു രൂപരേഖയുണ്ട്. അതുമായിട്ട് ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുക, എന്നിട്ട് പിന്നെ രാധാറാണി അങ്ങ് പറഞ്ഞു തരികയാണ്. അതാണ് അതിൻ്റെ ഒരു സത്യം, ഞാനല്ല പറയുന്നത്. പിന്നെ രാധാറാണി അങ്ങ് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ രാധാഭക്തനായ കഥ പലയിടത്ത് ചെതറിക്കിടക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരുന്ന്, അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല ഞാൻ അടങ്ങി ഒതുങ്ങിയിരുന്ന് നോട്ട് കുറിച്ചു. കാരണം ഒന്നും വിട്ടുപോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്നാൽ പോലും എനിക്കറിയില്ല, എൻ്റെ ഓർമ്മയിൽ നിന്ന് കിട്ടിയതെല്ലാം ഞാൻ ഇതിനകത്ത് ഒരു നോട്ട് കുറിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് ആ നോട്ട് നോക്കാം, എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരം അറിയാമല്ലോ. അപ്പോൾ ഫസ്റ്റിൽ ഏത് പറയണം, സെക്കൻഡിൽ ഏത് പറയണം, അങ്ങനെ ഞാനൊരു അടുക്കിന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കാരണം ഞാൻ രാധാഭക്തനായ കഥ അത് ഒന്നും വിടാതെ പറയണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റേതായ ഒരു ഉത്കണ്ഠയും ഒരു ടെൻഷനും ഒക്കെ സത്യത്തിൽ എനിക്ക് ഉണ്ട്. എനിക്ക് സാധാരണ വീഡിയോയിലെങ്ങും എനിക്ക് ഒരു ടെൻഷനും ഇല്ല, ഞാൻ കൂളായിട്ട് പറയുന്ന ഒരാളാണ്. പക്ഷേ രാധാജിയുടെ കഥ എപ്പോൾ പറയുമ്പോഴും എനിക്കത് ഉണ്ടാകാറ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യമേ പറയട്ടെ, കറ തീർന്ന കൃഷ്ണഭക്തർ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ അമ്മയും അമ്മൂമ്മയും കറ തീർന്ന കൃഷ്ണഭക്തരാണ്. എൻ്റെ അമ്മുമ്മയാകട്ടെ കൃഷ്ണന് ആഹാരം കൊടുക്കാതെ എൻ്റെ അമ്മുമ്മ ഒന്നും ഭക്ഷിക്കാറില്ല. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൃഷ്ണന് കൊടുക്കും, അതിനുശേഷം കുറേ കഴിഞ്ഞ് വെള്ളം തളിച്ചിട്ട് അമ്മ അത് കഴിക്കും. ഉച്ചയ്ക്ക് ആഹാരം കൃഷ്ണന് വിളമ്പി വെച്ച് കൊടുക്കും, കൃഷ്ണൻ കഴിച്ചിട്ടേ അമ്മ കഴിക്കാറുള്ളൂ. അമ്മ പറയുന്നത് എന്താണ്, എനിക്ക് എൻ്റെ ജീവിതം തന്നെ കൃഷ്ണൻ്റെ പാദങ്ങളിൽ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണെന്നാണ്. ഇത് കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അമ്മുമ്മ ഒരു യാത്ര പോകാൻ വിളിച്ചാൽ പോലും വരില്ല. അമ്മുമ്മ പറയും, ഞാൻ വരില്ല, വന്നാൽ എൻ്റെ ഈ കണ്ണൻ ആരാ ആഹാരം കൊടുക്കുന്നത്? ദാ എൻ്റെ കണ്ണൻ്റെ അരഞ്ഞാണം കണ്ട, ഒരു നേരത്തെ ആഹാരം കിട്ടിയില്ലെങ്കിൽ അത് ഊരിപ്പോകും, കണ്ണന് വിശക്കും എന്ന് പറയുന്ന അമ്മയാണ് എൻ്റെ അമ്മുമ്മ. എൻ്റെ അമ്മുമ്മ കറ തീർന്ന കൃഷ്ണഭക്ത. എൻ്റെ അമ്മ പിന്നെ പറയണ്ട, കൃഷ്ണൻ്റെ തൃപ്പാദങ്ങളിൽ അങ്ങ് സമർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു സംഭവം കൂടെ നിങ്ങളോട് ഞാൻ പറയാം. എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ആൽമരമുണ്ട്, മനസ്സിലായില്ലേ? ഈ ആൽമരം എൻ്റെ അമ്മുമ്മ വെച്ചു പിടിപ്പിച്ചതാണ്. ഈ ആൽമരം വളർന്നു വന്ന അവസരത്തിൽ ആരോ ദുഷ്ടന്മാർ ഇത് നശിപ്പിക്കുന്നതിന് വേണ്ടി ഇതിനകത്ത് രസം കയറ്റി വെച്ചു. അപ്പോൾ രസം കയറ്റി വെച്ചപ്പോഴത്തേക്ക് ഇത് വാടാൻ തുടങ്ങി. അതോടുകൂടി എൻ്റെ അമ്മുമ്മയ്ക്ക് ഭയങ്കര വിഷമമായി, അതിഭയങ്കരമായ വിഷമമായിപ്പോയി. അപ്പം അമ്മുമ്മ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അന്നെങ്ങാണ്ട് ഞാൻ കുഞ്ഞാണ്, അങ്ങനെങ്ങാണ്ടാണ് എൻ്റെ അമ്മുമ്മ പറഞ്ഞൊരു ഓർമ്മ, ഞാൻ കുഞ്ഞാണ്. അപ്പോൾ അമ്മുമ്മ എൻ്റെയും കൈക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന അവസരത്തിൽ ഒരു സന്യാസി വര്യൻ വന്നു.
അതുവഴി നടന്നു വന്നിട്ട് അമ്മുമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്തേ വിഷമിച്ച് നിൽക്കുന്നത്? ആല് കരിഞ്ഞോ ഇല്ലേ? അമ്മുമ്മൊന്നും പറഞ്ഞില്ല. ആല് കരിഞ്ഞോ ഇല്ലേ? പേടിക്കണ്ട, വെറ്റില ഇല്ലേ? വെറ്റില എടുത്ത് വെച്ച് ചതച്ച് ആ വെറ്റിലയുടെ നീര് ഇതിൻ്റെ വേരുകളിലേക്ക് ഒഴിക്കൂ, എന്നിട്ട് മരത്തിൽ പലയിടത്തും ഇങ്ങനെ ദ്വാരമുണ്ടാക്കി ഒഴിക്കൂ എന്ന് പറഞ്ഞു. അതിനുശേഷം എന്നെ നോക്കി പറഞ്ഞത്രേ, നോക്കൂ കൃഷ്ണഭക്തേ, അമ്മൂമ്മയെടുത്ത് പറഞ്ഞെന്ന്, ഇവൻ ഒരു ദേവീ ഭക്തനാകും. മനസ്സിലായില്ലേ? ഇവൻ ഒരു ദേവീ ഭക്തനാകും എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ അമ്മുമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മുമ്മയ്ക്ക് അതത്ര ഇതല്ല, കൃഷ്ണഭക്തനാകണം. അമ്മുമ്മ എന്ത് ചെയ്തു? ഈ വെറ്റില കുറേ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് വെറ്റില നീരൊക്കെ അതിനകത്തെടുത്ത് ഒഴിച്ച് ആ ആല് വീണ്ടും തളിർത്തു കിളിർത്തു. പക്ഷേ ഞാനൊരു ദേവീ ഭക്തനാകുമെന്ന് പറഞ്ഞത് കൊണ്ട് എൻ്റെ അമ്മുമ്മയ്ക്കാകട്ടെ ഞാൻ കൃഷ്ണനെ വിട്ടെങ്ങോട്ടും പോകരുത്. അതുകൊണ്ട് കുഞ്ഞുനാൾ തൊട്ടേ എന്നെ കൂടെ കിടത്തിയിട്ട് കൃഷ്ണകഥകൾ പറഞ്ഞു തരും. ദേവിയിലേക്കല്ല പോകുന്നത്, കൃഷ്ണകഥകൾ, എപ്പോഴും കൃഷ്ണകഥകൾ എന്ന് പറഞ്ഞാൽ അമ്മുമ്മയ്ക്ക് ആ ഒരു ഇത് കിടപ്പുണ്ട്, ഞാൻ ദേവിയിലേക്ക് പോകരുത്, പൂർണ്ണമായിട്ട് ഞാൻ ഏതിലെ വരണം, കൃഷ്ണഭക്തിയിലേക്ക് വരണമെന്ന ഒരിതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് അമ്മാമ്മ പറഞ്ഞു, മോനെ എനിക്കിവിടെ ഒരു അമ്പലം പണിയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആലിൻ്റെ ചുവട്ടിൽ എൻ്റെ അമ്മാമ്മയ്ക്ക് ഒരു കൊച്ചമ്പലവും പണിഞ്ഞു കൊടുത്തു. എൻ്റെ അമ്മാമ്മയാണ് അവിടെ പൂജ നടത്തുന്നത്. അമ്മാമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴോ ഞാനാണ് പൂജ നടത്തിയത്. അതിനകത്ത് കയറി പൂജ നടത്തും. പിന്നെ റോഡിന് വീതി കൂട്ടുന്നൊരു അവസരം വന്നപ്പോൾ ഇത് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പിന്നെ പരാതിയില്ലല്ലോ, നമ്മൾക്ക് വടക്കിനും വക്കാണത്തിനും ഒന്നും വയ്യ, നമ്മൾ അന്നേരം മാറ്റി കൊടുത്തു. അതുവരെ ഈ അമ്പലത്തിനകത്ത് കൃഷ്ണനെ പൂജിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനെന്ന സത്യം നിങ്ങൾ അറിയണം. ഞാൻ കറ തീർന്ന കൃഷ്ണഭക്തനായിരുന്നു, കറ തീർന്ന കൃഷ്ണഭക്തൻ. മനസ്സിലായില്ലേ? കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിലും ഞാൻ പോകാറില്ല. ഈവൻ ശിവന്റെ അമ്പലത്തിലോ മുരുകന്റെ അമ്പലത്തിലോ വളരെ പ്രശസ്തമായ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോകാത്ത ആരുമില്ല. ആ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോലും ഞാൻ പോകത്തില്ലായിരുന്നു അന്ന്. ഇന്ന് ഞാൻ അവിടെ പോകും, അത് വേറൊരു കാര്യം. ഗണപതി അമ്പലത്തിൽ പോലും പോകത്തില്ല. കാരണം ഞാൻ പറയുന്നത് കൃഷ്ണൻ, കൃഷ്ണൻ. ഞാൻ നശിക്കുന്നെങ്കിൽ കൃഷ്ണനെ പിടിക്കുന്നതുകൊണ്ട് നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ഞാൻ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ, കൃഷ്ണനല്ലാതെ എനിക്കൊരാളില്ല. എന്നിട്ട് ഞാൻ പലരെയും കൃഷ്ണഭക്തരാക്കി മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഒരു കസിനുണ്ട്, ജയരാജൻ എന്നാണ് അവൻ്റെ പേര്. അവനെ വീട്ടിൽ ഉണ്ണി എന്ന് വിളിക്കും. അവനെ കൃഷ്ണഭക്തനാക്കിയത് ഞാനാണ്. മനസ്സിലായില്ലേ? അവൻ കൃഷ്ണൻ്റെ ഭയങ്കരമായ ഡിവോട്ടിയായി മാറി. പക്ഷേ ഇപ്പം ഞാൻ രാധാറാണിയുടെ മന്ത്രോപദേശം കൊടുത്തത് വേറൊരു കാര്യം. അപ്പോൾ അത്രയ്ക്ക് ഭയങ്കര കൃഷ്ണഭക്തനായിരുന്നു ഞാൻ എന്ന് മാത്രവുമല്ല, ഞാൻ ആശ്രാമം അമ്പലത്തിൽ 180 കൂടുതൽ നിർമാല്യം പോയി തൊഴുത ആളാണ്. വില്ലുമംഗലം സ്വാമിയാർ വെച്ച പ്രതിമയാണ്. മനസ്സിലല്ലേ? 180 പരം നിർമാല്യം മുടങ്ങാതെ തൊഴുത ഒരാളാണ്. എന്നും വിഷ്ണു സഹസ്രനാമം വായിക്കും. എനിക്ക് കൃഷ്ണൻ 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 കൃഷ്ണൻ. ശിവനെ ഞാൻ അംഗീകരിക്കത്തില്ലായിരുന്നു. മനസ്സിലായില്ലേ? ദേവിമാരെ ഞാൻ അംഗീകരിക്കത്തില്ലായിരുന്നു. ഒന്ന് എൻ്റെ അമ്മുമ്മയുടെ ഒരു സ്ക്രൂവും കൂടെ ഉണ്ട്. ഞാൻ ദേവീക്ഷേത്രത്തിലൊന്നും പോകത്തില്ല, ഒരു ദേവീക്ഷേത്രത്തിലും ഞാൻ പോകത്തില്ലായിരുന്നു. ഞാൻ പറയാം, അപ്പോൾ ആളുകളൊക്കെ എൻ്റെ അടുത്ത് പറയും, അങ്ങനല്ല നീ ദേവിയുടെ അടുത്ത് പോകണം. അപ്പോൾ ഞാൻ പറയും, സാരമില്ല, അതിൻ്റെ പേരിൽ ഞാൻ കഷ്ടപ്പെടുന്നെങ്കിൽ പെടട്ടെ, എന്നെ എൻ്റെ കൃഷ്ണൻ രക്ഷിച്ചുകൊള്ളും. മനസ്സിലായില്ലേ? എന്നെ എൻ്റെ കൃഷ്ണൻ രക്ഷിക്കും, എൻ്റെ ഗുരുവായൂരപ്പൻ രക്ഷിക്കും. ഞാൻ അതിൻ്റെ പേരിൽ എന്ത് കഷ്ടപ്പാട് വരുന്നെങ്കിലും ഞാൻ സഹിച്ചു. അത്രയ്ക്ക് ഭയങ്കര കൃഷ്ണഭക്തനായിരുന്നു ഞാൻ. മനസ്സിലായില്ലേ? കൃഷ്ണന് വേണ്ടി അമ്പലം കെട്ടി ആ അമ്പലത്തിൽ കൃഷ്ണനെ പൂജിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു ഞാൻ. അപ്പോഴും നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ കുഞ്ഞുനാൾ മുതൽക്ക് നല്ല ഉറക്കത്തിൽ ഞാൻ 2 പാദങ്ങൾ സ്വപ്നം കാണാറുണ്ട്. കുലിസിട്ട ഒരു പാദം ഞാൻ സ്വപ്നം കാണാറുണ്ട്. ചിലപ്പോൾ ഞാനത് എണീക്കുമ്പോൾ എൻ്റെ അമ്മുമ്മയോട് പറയാറുണ്ട്. അപ്പോൾ അമ്മുമ്മ പറയും, പാദവോ, കൊലുസിട്ട പാദവോ? അതെന്തെങ്കിലും ആയിരിക്കും മോനെ. അമ്മുമ്മ അതൊരിക്കലും ഒരു സീരിയസ് ആയിട്ട് എൻ്റെ അമ്മുമ്മ എടുത്തിട്ടില്ല, കുഞ്ഞുനാൾ മുതലേ. അപ്പം ഞാൻ എൻ്റെ അമ്മുമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്.
എൻ്റെ അമ്മുമ്മയുടെ കൂടെ കിടക്കുമ്പോൾ അമ്മുമ്മ എനിക്ക് കഥ പറഞ്ഞു തരും. ആ കഥകൾ മൊത്തം കൃഷ്ണനാണ്. മനസ്സിലായില്ലേ? അതിനകത്ത് രാധ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പോലും എന്താണ് ഇല്ല, മുഴുവനും കൃഷ്ണനാണ്. അപ്പോൾ കൊച്ചിലെ തൊട്ടേ അമ്മുമ്മ എന്നെ അടിച്ചു കയറ്റുകയാണ്, കൃഷ്ണനല്ലാതെ ഒരു ദൈവം ഇല്ല, നീ വേറെ ഒരു ദൈവത്തെയും പ്രാർത്ഥിക്കരുത്. കാരണം എൻ്റെ അമ്മുമ്മ വേറെ ഒരു ദൈവത്തെയും എന്ത് ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. അപ്പോൾ ഓർമ്മിക്കുക, ഞാൻ വളർന്നു വരികയായിരുന്നു. നിങ്ങളോട് ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പോലും രാധ എന്നൊരു കാമുകി കൃഷ്ണൻ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ കൃഷ്ണൻ്റെ അമ്മുമ്മയുടെ കേട്ട കഥകൾ മാത്രമാണ് എനിക്ക് കൃഷ്ണൻ്റെ ഇത്. ഞാൻ ഒരിക്കലും പിന്നെന്താണ് മറ്റിതിലേക്കൊന്നും പോയിട്ടില്ല. കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഇരുട്ട വെളുക്ക ഈ ജപമാണ് എനിക്ക്. എനിക്കിടയ്ക്ക് മൂക്കിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. മൂക്കിൻ്റെ എല്ലിനൊരു വളവ് പോലെ വന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്നൊരു സമയത്താണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നൊരു അവസരത്തിലാണത്. ആ സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് എന്നെ കയറ്റി. അപ്പം നമുക്ക് മയക്കുമരുന്ന് തരുമല്ലോ. ആ മയക്കുമരുന്ന് തരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ ഹരേ കൃഷ്ണയാണ് ജപിക്കുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഞാൻ മിക്ക മാസത്തിൽ ഒരിക്കലായാലും ശരി തന്നെ തിരുവനന്തപുരത്ത് തൈക്കാട് പോകും, ഹരേ കൃഷ്ണ ഇതിലി പോകും. അപ്പം അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോകുന്നത്. പക്ഷേ രാധ എന്നൊരു കാമുകി പോലും കൃഷ്ണനുണ്ടെന്ന് എനിക്കറിയില്ല, സത്യം. ഞാൻ MA ഇംഗ്ലീഷ് മെയിൻ എടുത്തു. MA ഇംഗ്ലീഷ് മെയിൻ എടുത്തതോടുകൂടി ഷെല്ലിയും കീറ്റ്സും WB ഈറ്റ്സും ഒക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സായി മാറി. സ്വാഭാവികമായിട്ടും പ്രണയത്തിൻ്റെ കൊടുങ്കാറ്റഴിച്ചു വിട്ടവരാണ് അവർ. അപ്പോൾ എൻ്റെ മനസ്സിൽ അസാധാരണമായ ഒരു പ്രണയ സങ്കല്പമുണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. എനിക്കത് നിങ്ങളോട് തുറന്നു പറയുന്നതിനകത്ത് ഒരു കുഴപ്പവുമില്ല. ഞാൻ ഷെല്ലിയെയും കീറ്റ്സിനെയും ഈറ്റ്സിനെയും ഒക്കെ ആരാധിച്ച ഒരാളാണ്. ശരീരത്തിനപ്പുറം, മനസ്സിലായില്ലേ, മനസ്സിനെ ആത്മാവിനെ സ്നേഹിക്കുന്ന ഒരു പ്രണയം വേണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്, ഇന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അത് കിട്ടണേ എന്ന് വരെ ചിലപ്പോൾ രാധാറാണിയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ നോർമലി ആളുകൾ പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ അത് ഉടനെ തന്നെ അങ്ങ് ബോഡി റിലേഷൻ അങ്ങനെയാണ്. അതല്ല, അത് വൃത്തികെട്ട പ്രേമം, അതല്ല. അതിനൊക്കെ അപ്പുറമായിട്ടൊരു ഒരു മാനസികമായ ആത്മാവിനെ പ്രണയിക്കുന്ന, ആത്മാവിനെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു മൊബൈൽ ശരീരമാണ്, സിം കാർഡാണ്. ആ സിം കാർഡിനെ പ്രണയിക്കുന്ന ഒരു പ്രണയം, അത് കിട്ടണം എന്ന് പണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ എനിക്ക് അങ്ങനെ ഒരു പ്രണയ സങ്കല്പം ഉള്ള ഒരാളാണ്. ആ പ്രണയ സങ്കല്പം എനിക്ക് ഇന്നും ഉള്ള ഒരാളാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും കൂടെ ഞാൻ പറഞ്ഞേക്കാം, അത് വേറൊരു കാര്യം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഭയങ്കര പ്രണയ സങ്കല്പമുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. എന്നെ രാധാഭക്തിയിലേക്ക് വന്നതിലൊരു ഘടകം ഞാൻ പറയുകയാണ്. അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് തന്നെ. ഞാൻ രാധാ റാണിയുടെ ഇതിലേക്ക് ആകൃഷ്ടനായതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഭയങ്കരമായ പ്രണയ സങ്കല്പമുണ്ട്. ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പം പോലും ഹൈലി റൊമാൻറ്റിക്കാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഹൈലി റൊമാൻറ്റിക്കാണ്. കാരണം ഞാൻ അന്നേ കാളിദാസൻ്റെ ബുക്കുകളൊക്കെ വായിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഭയങ്കരമായ ഒരു പ്രണയ സങ്കല്പം ഉണ്ട്. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം ഞാൻ പറയല്ലേ, പല ദിവസങ്ങളിലും ഉറക്കത്തിൽ ഞാൻ 2 കാൽപാദങ്ങൾ കാണാറുണ്ട്. പിന്നെ ഞാനത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ പക്ഷേ സ്വപ്നങ്ങൾ മറക്കും. പക്ഷേ ഇത് ഞാൻ മറക്കാറില്ല. 1-2 വട്ടം എൻ്റെ എന്ത് ചോദ്യത്തിനും ഉത്തരം തരുന്നത് അമ്മുമ്മയാണ്. അമ്മുമ്മ അത് നിസ്സാരമായിട്ട് എടുത്തതോടുകൂടി ഞാനതങ്ങ് കളഞ്ഞു. അങ്ങനെ കൃഷ്ണഭക്തിയിൽ ആറാടി ഞാൻ നടക്കുന്ന ഒരു കാലഘട്ടം. വിഷ്ണു സഹസ്രനാമമാണ്. അതിന് രാവിലെ ചൊല്ലാറുണ്ട്, ഉച്ചയ്ക്ക് ചൊല്ലാറുണ്ട്. ഇരുട്ട വെളുക്ക ഹരേ കൃഷ്ണ ജപിക്കുകയാണ്. പറ്റുമെങ്കിൽ മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോകും. അങ്ങനെ ഞാൻ കൃഷ്ണഭക്തിയിൽ ലയിച്ച്, കൃഷ്ണനല്ലാതെ ആരുമില്ല, കൃഷ്ണൻ്റെ അമ്പലത്തിലല്ലാതെ ഒരമ്പലത്തിലും ഞാൻ പോകില്ല. അങ്ങനെ ഞാനിങ്ങനെ മതിച്ച് നടക്കണ ഒരവസരത്തിൽ ആലപ്പുഴയിൽ പ്രശസ്തനായ ഒരു ജ്യോതിഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് NMC വാര്യർ സാർ എന്നാണ്. അപ്പോൾ NMC വാര്യർ സാറിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ആശ്രമങ്ങളിൽ അഷ്ടപതി പാടാൻ പോകുന്നതാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടപതി സംസ്കൃതവും ഇംഗ്ലീഷും അറിയാവുന്ന ഒരാൾ വേണം. കാരണം
ആശ്രമത്തിൽ മദാമ്മമാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അവർക്കാണിത് കേൾക്കാൻ താല്പര്യം. അവർക്കിത് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ KMML ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരനുണ്ട് കൃഷ്ണകുമാർ. അപ്പോൾ കൃഷ്ണകുമാർ അന്ന് വാര്യർ സാറിൻ്റെ ഒരു അഡ്വൈസിലാണ് പോകുന്നത്. അന്ന് മക്കൾ ജനിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി വാര്യർ സാറിൻ്റെ അഡ്വൈസിലാണ് പോകുന്നത്. അപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ദിലീപ്, ഞാൻ ദിലീപിൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ, എനിക്ക് സന്തോഷം, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം സത്യം പറയട്ടെ, അഷ്ടപതി ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല. എനിക്കറിയില്ല അഷ്ടപതി, എനിക്ക് കൃഷ്ണനല്ലാതെ വേറൊന്നുമില്ല. പിന്നെ കൃഷ്ണൻ്റെ അവിടെ നടയടയ്ക്കുമ്പോൾ ഒന്ന് ചൊല്ലുന്നതാണ്. അതങ്ങനെ ആഴത്തിൽ അഷ്ടപതിയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിചാരം എന്താണ്, സംസ്കൃതം എനിക്കറിയാം. സംസ്കൃത ശ്ലോകം പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അതിൻ്റെ അങ്ങ് ഇംഗ്ലീഷിലോട്ട് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് എന്നെയും കൂട്ടിക്കൊണ്ട് NMC വാര്യർ സാറിൻ്റെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ വാര്യർ സാറിൻ്റെ ഭാര്യയും വന്നു, ആ അമ്മയും വന്നു. അമ്മ എന്തോരു നല്ലൊരു അമ്മയാണ്, ശ്രീദേവി വാരസ്യ അങ്ങനെ എങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ആ പേര്. ശ്രീദേവി, ഞാൻ പേരങ്ങ് വിട്ടുപോയതാണ് അമ്മയുടെ, അങ്ങനെയാണ് ആ പേരെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഈ അമ്മ വരും. അമ്മയ്ക്ക് എന്തൊരു സ്നേഹമാണ് എന്നോട്, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ എനിക്ക് അടുപ്പം മൊത്തം NMC വാര്യർ സാറാണ്. പിന്നെ അമ്മയുടെ കൂടെ ഇതിന് ഞാൻ പോകുന്നു, അമ്മയായിട്ട് അടുപ്പമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വാര്യർ സാറ് ആദ്യമായിട്ട് എൻ്റെ കൈകളിലേക്ക് അഷ്ടപതി എടുത്തു തന്നു. അഷ്ടപതി എൻ്റെ കൈകളിൽ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ അഷ്ടപതി വായിക്കണം, ഇത് കൃഷ്ണൻ്റെയും രാധയുടെയും ശൃംഗാര ലീലകളാണ്. അപ്പം ഞാൻ ചോദിച്ചു, രാധയോ? സത്യമാണ് ഞാൻ പറയുന്നത്, രാധയോ? ഇപ്പോൾ സാറിനൊരു അമ്പരപ്പാണ്, രാധയെക്കുറിച്ച് അറിഞ്ഞൂടെ? ശരിക്കും പറഞ്ഞാൽ സാർ അന്നേരം നോട്ടം ഇങ്ങനെയാണ്, രാധയെക്കുറിച്ച് നിനക്ക് അറിഞ്ഞൂടെ എന്നുള്ള മട്ടിലാണ് സാർ എന്ന് പറഞ്ഞു. സാർ പറഞ്ഞു, അതേ രാധ അറിയില്ലേ? ഞാനൊരു കൃഷ്ണഭക്തനാണ്. ആയിക്കോട്ടെ, കൃഷ്ണഭക്തനാണ് അത്യാവശ്യമായിട്ട് അറിയേണ്ടത്. ഇത് വായിച്ചു നോക്കൂ, ഇതിനകത്തെല്ലാം ഉണ്ട്, അപ്പോൾ ഇത് വായിക്കണം, ഇതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് NMC വാര്യർ സാറ് ആദ്യമായിട്ട് എൻ്റെ കൈകളിലേക്ക് അഷ്ടപതി എടുത്തു വെച്ച് തന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ വന്ന് ഈ അഷ്ടപതി അങ്ങോട്ട് വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടുന്നാണ് ഞാൻ അറിയുന്നത് കൃഷ്ണൻ്റെ കാമുകിയാണ് രാധയെന്നും രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധവും ആ പ്രണയ സങ്കല്പവും. അപ്പോൾ എനിക്ക് പൊതുവേ ഒരു പ്രണയമാണ്, എൻ്റെ മനസ്സിലൊരു പ്രണയമുണ്ട്. അപ്പോൾ ഈ രാധാറാണിയുടെ പ്രണയം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എടാ ഇത് കൊള്ളാമല്ലേ, ഇത് ഷെല്ലിയും കീറ്റ്സും ഈറ്റ്സും ഒക്കെ പറഞ്ഞ പ്രണയത്തിൻ്റെ അപ്പുറമാണല്ലോ ജയദേവ കവി. അപ്പോൾ ഷെല്ലിക്കും കീറ്റ്സിനും ഈറ്റ്സിനും മുമ്പ് ജീവിച്ചിരുന്ന ജയദേവ കവിയുടെ മുമ്പിൽ ഈ ഇംഗ്ലീഷ് കവികളൊന്നും അല്ലല്ലോ. അങ്ങനെ ഞാൻ വീർപ്പടക്കി പിടിച്ചിരുന്ന് ഇത് വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് രാധാറാണിയെക്കുറിച്ച് അറിയുന്നത്. ശരിക്കും ഞാൻ അന്ന് ഡിഗ്രി ഫൈനൽ ഇയർ എങ്ങാണ്ടാണ് ആദ്യമായിട്ട് ഞാൻ രാധാറാണിയെക്കുറിച്ച് അറിയുന്നത്. അതിനുശേഷം ഈ അമ്മയുടെ കൂടെ ഞാൻ ആശ്രമത്തിൽ പോകും. ആശ്രമത്തിൽ ചെന്ന് കഴിയുമ്പോൾ അമ്മ ഈ ശ്ലോകം വായിക്കും, ഞാനത് മദാമ്മമാർക്ക് ഇംഗ്ലീഷിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം അവരവരുടെ സംശയം എൻ്റെ അടുക്കലേക്ക് ചോദിക്കും. ഞാനത് അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് ഉത്തരം പറയും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ അറിയേണ്ടതാണ്. അമ്മ ബുക്ക് നോക്കിയാണ് ഇത് വായിക്കുന്നത്. പക്ഷേ മദാമ്മമാർക്ക് ബുക്ക് വേണ്ട, കാണാപ്പാടമാണ്. ഇവിടെ വലിയ കൃഷ്ണഭക്തരെന്നും പറഞ്ഞ് അഭിമാനിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ, ആ മദാമ്മമാരുടെ ഭക്തിയുടെ 7 അയലത്ത് പോലും നമ്മളെ ഇവിടുത്തെ കൃഷ്ണഭക്തരെന്ന് പറയുന്ന പുരുഷനും വരില്ല, സ്ത്രീയും വരില്ല. അവർക്ക് ബുക്ക് വേണ്ട, അഷ്ടപതി പുസ്തകം അവർക്ക് വേണ്ട. അവർ കാണാപ്പാടമാണ്. അവർ ചോദിക്കുന്ന ചോദ്യം, അവരുടെ താല്പര്യം ഇതെന്നെ വല്ലാതെ അമ്പരപ്പിച്ച് കളഞ്ഞു. എടാ, ഈ മദാമ്മമാർക്ക് വരെ അറിയാം, എനിക്കറിഞ്ഞൂടെ? അങ്ങനെ ഞാൻ രാധാറാണിയെക്കുറിച്ച് കിട്ടാവുന്ന 1-2 ബുക്കുകൾ DC ബുക്കിൽ പോയിട്ട് രാധാറാണിയെക്കുറിച്ചുള്ളതുണ്ടോ എന്നൊക്കെ നോക്കി. അങ്ങനെ ഞാൻ മാവേലിക്കരയിലെ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ രാധാറാണിയെക്കുറിച്ച് ഒരു വിവരണം കൊടുക്കാറുണ്ട്. അങ്ങനെ എന്തിനു പറയുന്നു,
NMC വാര്യർ സാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നിയുടെയും കൂടെ തിരുവനന്തപുരത്തെ അഭേദാനന്ദ ആശ്രമത്തിൽ, രാധാറാണിയുള്ള അഭേദാനന്ദ ആശ്രമത്തിലും രാധാറാണിയുടെ സന്നിധിയിൽ ഞാൻ ഈ പരിപാടി അഷ്ടപതി അവതരിപ്പിക്കാൻ പോയിട്ടുണ്ട്. അവിടെ സ്റ്റേജിൽ നിന്ന്, തിരുവനന്തപുരത്ത് അഭേദാനന്ദ ആശ്രമത്തിലെ സ്റ്റേജിൽ നിന്ന് രാധാറാണിയെക്കുറിച്ചൊരു പ്രസംഗം ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഹൃദയത്തിൽ തട്ടി ഭക്തിയൊന്നുമില്ല. അന്ന് രാധാറാണിയുടെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ രാധാറാണിയെ വലുതായിട്ട് തൊഴുതില്ല. പകരം അവിടെ കൃഷ്ണനും രാധാറാണിയും മുഖാമുഖമാണ് നിൽക്കുന്നത്. ഞാൻ അന്നും ചെന്ന് കൃഷ്ണനെയാണ് തൊഴുകുന്നത്. പക്ഷേ രാധാറാണി അതെൻ്റെ ജസ്റ്റ് ഒരു ഡ്യൂട്ടി എന്ന നിലയിലാണ് ഏതെന്ന് പറയുന്നത് ഞാൻ ആ രാധാറാണിയെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. അപ്പോൾ ആ രാധാറാണിയുടെ അമ്പലത്തിൽ പോയിട്ടും ഇന്നെനിക്കതിൽ ഖേദമുണ്ട്. പക്ഷെ അന്ന് ഞാൻ രാധാറാണിയുടെ അമ്പലത്തിൽ പോയിട്ടും രാധാറാണിയെ തൊഴുതില്ല എന്ന് മാത്രവുമല്ല, ഞാൻ രാധാറാണിയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ നാക്കിയിട്ട് അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. കൃഷ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് അടിച്ചു വീണ് തൊഴുത് കാര്യങ്ങളൊക്കെ കാരണം അവിടെ എനിക്ക് വേറൊരു വികാരമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസവും ഞാൻ ഈ കാല് കണ്ടു. സത്യമായിട്ടും ഞാൻ ഈ കാല്, അത് ഞാൻ ഇടയ്ക്കും മുറയ്ക്കും ഞാൻ കണ്ടു. ഇനി നമ്മൾ യഥാർത്ഥത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, ഞാൻ വളരുകയാണ്. എന്നെ ഞാൻ സ്നേഹിച്ചിരുന്നവർ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഓരോരുത്തരായിട്ട് വിട്ടുപോയി തുടങ്ങി. മനസ്സിലായില്ലേ? ഓരോരുത്തരായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയി തുടങ്ങി. ഓരോരുത്തരും വിട്ടുപോകുമ്പോൾ അന്ന് രാത്രി ഞാൻ ഈ കാലടി കാണുക മാത്രമല്ല, എൻ്റെ തലമുടിയിലൂടെ ആരോ വിരലോടിക്കുന്നത് അതെനിക്ക് ഉറക്കത്തിൽ നല്ലതുപോലെ അനുഭവപ്പെടും. അതെനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് ഒടുവിൽ എന്നെ വിട്ടുപോയ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ മരണം. ആ അമ്മ മരിച്ചതിൻ്റെ അന്നും ഞാൻ കണ്ടീ കാലടി കണ്ടു എന്ന് മാത്രമല്ല, രൂപമൊന്നുമില്ല. ആരോ എൻ്റെ അടുത്ത് പറയുന്നു, എല്ലാം മായയാണ്, അച്ഛൻ മായ, അമ്മ മായ, സർവ ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയാണ് നിന്നെ. ഞാൻ കേട്ടതാണ്. നിന്നെ സർവ ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഞാൻ എടുക്കുകയാണ്. ഇതിലൊന്നും ഒരു കാര്യമില്ല, നീ ദുഃഖിക്കണ്ട. ഉറക്കത്തിൽ ഞാൻ കേട്ടതാണ്, നല്ലതുപോലെ കേട്ടതാണ്. സാധാരണ ഉറക്കത്തിൽ കേൾക്കുന്നത് നമുക്ക് രാവിലെ ഉണരുമ്പോൾ ഓർമ്മയില്ല. പക്ഷെ ഇതെനിക്ക് ഓർമ്മയുണ്ട്. ആ കാലടികൾ ഓർമ്മയുണ്ടെന്ന് മാത്രവുമല്ല, എൻ്റെ വിഷമം ഒരുപാട് കുറഞ്ഞു. ഒരുപാട് എനിക്ക് കുറഞ്ഞു. അങ്ങനെ ജീവിതം വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ എന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചവരും ഞാൻ പ്രാണനെ പോലെ സ്നേഹിച്ചവരും ഓരോരുത്തരായിട്ട് എന്നെ വിട്ടു പോകാൻ തുടങ്ങി. ഒടുവിൽ എൻ്റെ അമ്മയും പോയി. പക്ഷേ ഓരോരുത്തരും വിട്ടുപോകുമ്പോൾ ഞാൻ കൃഷ്ണൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയും, കൃഷ്ണ, ഗുരുവായൂരപ്പ, നീ തന്നെ നൽകുന്നു, നീ തന്നെ എടുക്കുന്നു. ഓരോരുത്തരും പോകുമ്പോൾ ഞാൻ പറയും, കൃഷ്ണ, നിനക്ക് സന്തോഷമായല്ലോ, പക്ഷേ എന്തൊക്കെ ചെയ്താലും നിന്നെ വിട്ട് ഞാൻ പോകത്തില്ല. ഞാൻ കറതീർന്ന കൃഷ്ണഭക്തനാണ്, നിന്നെ വിട്ടു പോകത്തില്ല. എന്നെ പരീക്ഷിക്കാനാണെങ്കിൽ ആ പരീക്ഷണത്തിൽ തോക്കത്തതേ ഉള്ളൂ. എൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ആ സമയത്തൊക്കെ ദൈവത്തെ പോലും വിട്ടേനെ. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ, നിങ്ങൾ എന്നിട്ടും ഈ ഈശ്വരഭക്തി എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ല, എന്ത് ചെയ്യുന്നതിനും എൻ്റെ കൃഷ്ണന്, രാധാറാണി എന്നല്ല പറയുന്നത്, എൻ്റെ കൃഷ്ണന് എന്തുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. അപ്പോഴും ചില ആളുകൾ എൻ്റെ അടുത്ത് ഉപദേശിക്കാറുണ്ട്, എന്താണ്, രാധാറാണിയാണ്, മനസ്സിലായില്ലേ, രാധാറാണിയല്ല, ദേവിയെ ഭജിക്കണമെന്ന് എന്നോട് പറയാറുണ്ട്. ഞാൻ പോകത്തില്ല, ഒരു കാരണവശാലും പോകത്തില്ല. മനസ്സിലായേ? എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അമ്മയോ മറ്റോ പിന്നെ ദേവീ ക്ഷേത്രത്തിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകത്തില്ല. ഞാൻ വരത്തില്ല. നിങ്ങൾക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തരാൻ പോയിക്കോളണം. മൂകാംബിക ക്ഷേത്രം ഞാൻ കൊണ്ടുപോകത്തില്ലായിരുന്നു. ദേവിയെ പറ്റത്തില്ല എനിക്ക്. ഞാൻ പറയാം, അത് പറ്റത്തില്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് തരാം. ദ്വാരകയ്ക്ക് വേണോ അമ്മ, ഞാൻ കൊണ്ടുപോവാം. മനസ്സിലല്ലേ? ദ്വാരകയ്ക്ക് വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. ദേവീക്ഷേത്രത്തിലൊന്നും ഞാൻ കൊണ്ടുപോകത്തില്ല, എന്നെ കിട്ടത്തില്ല, എനിക്ക് കൃഷ്ണനേ ഉള്ളൂ. അങ്ങനെ എൻ്റെ അമ്മയെ ഞാൻ ദ്വാരക വരെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ മൂകാംബിക ക്ഷേത്രത്തിൽ പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഞാൻ വരത്തില്ല.
ഒരൊറ്റ ദേവീക്ഷേത്രത്തിൽ ഞാൻ പോകത്തില്ല. അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയപ്പോൾ കാണാം, ഒരു ദിവസം വൈകുന്നേരം ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ കാണാം, എനിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മൂത്രം പോകുന്നില്ല. എന്നാൽ എനിക്കങ്ങ് മുട്ടിയിരിക്കുന്നു, ഭയങ്കരമായിട്ട് മുട്ടിയിരിക്കുന്നു മൂത്രം വന്നിട്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ കസിനെ വിളിച്ചു. അവൻ്റെ പേര് ഉണ്ണി എന്നാണ്, ജയരാജ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുത്തുള്ളൊരു ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ വെള്ളമൊക്കെ ഒഴിച്ചു, സ്കാൻ ചെയ്തിട്ട് നോക്കി. അപ്പോൾ മൂത്രം ഇത് കെട്ടിക്കിടപ്പുണ്ട്, പക്ഷേ അതിനകത്ത് കല്ലോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, എന്ത് വേണം, ട്യൂബ് ഇടണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ട്യൂബ് ഇടണ്ട, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കൃഷ്ണ, അയ്യോ ഇതെന്തൊരു പരീക്ഷണമാണിത്, എനിക്ക് തന്നെ അറിയാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പം മൂത്രം ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. പിന്നെ അന്ന് രാത്രി കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് മൂത്രം അങ്ങ് പോയി. അടുത്ത ദിവസവും എനിക്ക് വിമ്മിഷ്ടം തുടങ്ങി. അങ്ങനെ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് നിന്നപ്പോൾ എൻ്റെ ദേഹമെല്ലാം കൂടെ കുഴഞ്ഞങ്ങ് വീണു. അപ്പോൾ എൻ്റെ ക്ലാസ്സിലിരുന്ന് കുട്ടികൾ തന്നെയാണ് രാത്രി തന്നെ എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഒരു തരത്തിൽ മൂത്രം പോകുന്നില്ല. അപ്പോൾ പിന്നെ ഡോക്ടർമാർ അവസാനം എന്ത് ചെയ്യാൻ തുടങ്ങി? ട്യൂബ് ഇട്ടിട്ട് അവർ എല്ലാ ടെസ്റ്റും കൊല്ലത്ത് പല പല ഹോസ്പിറ്റലുകളിൽ കാണിച്ചു. തിരുവനന്തപുരത്ത് പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലും കാണിച്ചു. എന്നിട്ടും എന്താണ്, എനിക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് അവർ പറയുന്നു, എൻ്റെ മൂത്രം പോകുന്നില്ല. മനസ്സിലായില്ലേ? ഒരു ദിവസം രാത്രി എനിക്ക് മൂത്രം പോകാതെ വിമ്മിഷ്ടപ്പെട്ട് ഞാനങ്ങ് വെപ്രാളപ്പെട്ട് അതിൽ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ കൊല്ലം പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററായ ലാലു, അനിൽകുമാർ എന്നാണ്, ലാലുവിനെ ഞാൻ വിളിച്ചു. അവൻ രാത്രി വന്നു. ഞാനും അവനും കൂടെ ഹോസ്പിറ്റലിൽ പോയി. പാവം, ഒരു രാത്രി അവൻ എൻ്റെ കൂടെ ഉറങ്ങാതെ ഇരുന്ന്, അവൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല. എനിക്ക് മൂത്രം പോകുന്നില്ല, വെപ്രാളം. അവസാനം പിന്നെ അവർ എന്ത് ചെയ്തു? ട്യൂബ് ഇട്ടു. അന്ന് രാത്രി മൊത്തം അവൻ എൻ്റെ കൂടിരുന്നു. ഒടുവിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, IREയിൽ എൻജിനീയർ ആയിട്ടുള്ള ശ്രീകുമാർ. ഈ ശ്രീകുമാർ സാറിൻ്റെ സിസ്റ്ററാണ് കൊല്ലത്ത് കോട്ടക്കൽ ആര്യവിദ്യശാലയിലെ ഡോക്ടറായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ശ്രീകുമാർ സാർ എന്നോട് പറഞ്ഞു, സാറൊരു കാര്യം ഇവിടെ നിൽക്കണ്ട, നമുക്ക് ആസ്റ്റർ ഹോസ്പിറ്റലിൽ പോകാം. ആസ്റ്റർ ഹോസ്പിറ്റലിൽ സാറ് കൊണ്ടുപോകണം, എറണാകുളത്ത് ആസ്റ്റർ ഹോസ്പിറ്റലിൽ കാണിക്കണം, ഇത് വെച്ചുകൊണ്ടിരുന്നാൽ കുഴപ്പമാണ്, ഇത് വേറെന്തോ വലിയ പ്രോബ്ലമാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആസ്റ്റർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ കിഷോർ ഡോക്ടറെയാണ് കണ്ടത്, കിഷോർ സാറിനെയാണ് കണ്ടത്. ആദ്യമേ ഞാൻ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ പേര് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചതാണ്, ഒരുപാട് ആലോചിച്ചതാണ്. പക്ഷേ എനിക്ക് തോന്നി, ഈ പേര് പറഞ്ഞില്ല എങ്കിൽ ഒരുപക്ഷെ ഞാൻ പറയുന്നതിന് വിശ്വാസ്യത വരത്തില്ല. നിങ്ങൾ വിചാരിക്കും അത് കള്ളമാണെന്ന് വിചാരിച്ചാലോ. അതുകൊണ്ടാണ് പേര് പറഞ്ഞത്. കിഷോർ സാർ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ ഡോക്ടറാണ് കേട്ടോ, പ്രഗത്ഭനായ ഡോക്ടർ, നല്ല മനുഷ്യൻ, വളരെ നല്ല മനുഷ്യൻ. നിങ്ങൾക്ക് യൂറോളജി സംബന്ധമായി എന്ത് അസുഖമുണ്ടെങ്കിലും നിങ്ങൾ എറണാകുളത്ത് ആസ്റ്റർ ഹോസ്പിറ്റലിൽ പോയി കിഷോർ സാറിനെ തന്നെ കാണണം. കിഷോർ സാറ്, എനിക്ക് ഈ മൂത്രം പോകുന്നില്ല, കിഷോർ സാർ അപ്പോൾ എനിക്ക് ട്യൂബ് ഇട്ടിരിക്കുകയാണ്. ട്യൂബ് ഇട്ടിട്ട് സാർ എന്ത് ചെയ്യുന്നറിയാം, നട്ടെല്ല് സ്കാൻ ചെയ്തു. സാർ പറഞ്ഞു, നട്ടെല്ലിന് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതുപോലെ യൂറിനറി പ്രോബ്ലം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നട്ടെല്ല് സ്കാൻ ചെയ്തപ്പം നട്ടെല്ലിന് ഒരു കുഴപ്പവും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് കൊല്ലത്ത് ഗ്യാസ്ട്രോഡ ഇത് നോക്കിയായിരുന്നു, നോക്കി. നമുക്കിപ്പം അതിനകത്ത് ആ മലദ്വാരത്തിലൂടെ ഇവർ ക്യാമറ ഒക്കെ കയറ്റി പരിശോധിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വളരെ പെർഫെക്റ്റ് ആണ്, കാരണം ഞാൻ പുകവലിക്കാറില്ല, മദ്യപിക്കാറില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് കിഷോർ സാർ പറഞ്ഞു, നമുക്ക് മറ്റൊരു ടെസ്റ്റ് നടത്താം. അപ്പം ഞാനിവിടെ അഡ്മിറ്റാണ്, ഞാനവിടെ പലപ്പോഴായിട്ട് ഒരു മാസം കിടന്നിട്ടുണ്ട്, ഒരു അഡ്മിറ്റായിട്ട്. അപ്പോൾ സാർ അത്രയും നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല സാറിന്, ഇതൊന്നും നോക്കിയിട്ട് കുഴപ്പമില്ല. എനിക്ക് ടാബ്ലറ്റൊക്കെ തന്നെ എന്നെ വിട്ടു. പക്ഷേ വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിയുമ്പം എനിക്ക് വീണ്ടും പ്രോബ്ലം, മൂത്രം ഒഴിക്കാൻ വയ്യ. അർദ്ധരാത്രിക്കാണ് മൂത്രം ഒഴിക്കാൻ വയ്യാതെ എടുത്ത് വിടുന്ന് എറണാകുളം വരെ കൊണ്ടുപോകും. മൂത്രം മുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്, നമുക്കങ്ങ് പെട്ടയും അവിടെ ചെല്ലുമ്പം. അപ്പോൾ കിഷോർ സാർ വന്നിട്ടു ഒരുമാതിരിപ്പെട്ട സകല ടെസ്റ്റുകളും കിഷോർ സാർ നടത്തി, എല്ലാ ടെസ്റ്റും നടത്തി. ടെസ്റ്റ് നടത്തിയിട്ടും എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ വളരെ പെർഫെക്റ്റ് ആണ് ആള്. അവസാനം പിന്നെ ആ സാർ എന്ത് ചെയ്തു എന്നറിയാവോ, നമ്മളെ ആ മൂത്രമൊഴിക്കുന്നതിനകത്തുകൂടെ
ക്യാമറ വെച്ച് ട്യൂബിനകത്ത് ക്യാമറ വെച്ചിട്ട് അത് കയറ്റി. അപ്പോൾ അത് കയറ്റുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാണം പോയി, ഞാൻ അയ്യോ എന്ന് വിളിക്കും. അപ്പം നല്ല മനുഷ്യനാണ്, സാരമില്ല അത് തീർന്നു. കിഷോർ സാർ അങ്ങനെയാ പറയുന്നത്. ഈ ട്യൂബ് ആ മൂത്രം ഒഴിക്കുന്നത് അങ്ങോട്ട് എടുത്തിട്ട് ആ ദ്വാരത്തിലൂടെ ഈ ക്യാമറ വെച്ച് ഇടിച്ചങ്ങ് കയറ്റിയാണ്. അപ്പം നമുക്കന്ന് പ്രാണം പോകുന്ന വേദനയാണ്. അപ്പം ഞാൻ അയ്യോ എന്ന് വിളിക്കുമ്പോൾ കിഷോർ സാർ പറയും തീർന്ന്. അങ്ങനെ ക്യാമറ അതിലൂടെ വരെ കയറ്റി പരിശോധിച്ചിട്ട് കിഷോർ സാർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, പക്ഷേ എനിക്ക് മൂത്രം പോകുന്നില്ല. സത്യത്തിൽ കിഷോർ സാർ ആകെ വിഷണ്ണനായി, പാവം, അദ്ദേഹം നിസ്സഹായനായി നിൽക്കുന്ന ആ രൂപം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. കാരണം അദ്ദേഹം പ്രഗത്ഭനാണ്, അതിപ്രഗത്ഭനായ ഡോക്ടറാണ്, വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വൈഫും അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഡെന്റിസ്റ്റായിട്ട്. എൻ്റെ ആ നാക്കിൻ്റെ പ്രശ്നത്തിന് ഞാൻ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫിനെയും ഞാൻ കണ്ടായിരുന്നു. രണ്ടുപേരും എന്തൊരു നല്ല സ്വഭാവമാണ്, മനസ്സിലായി. നല്ല, പക്ഷേ രോഗമുണ്ടെങ്കിലല്ലേ ചികിത്സിക്കാൻ പറ്റൂ. അവസാനം സാറിനൊന്നും ചെയ്യാനില്ല. കിഷോർ സാർ നിസ്സഹായനായി നിൽക്കുക. എന്നിട്ട് അവിടുത്തെ മറ്റു ഡോക്ടർമാരെയൊക്കെ കൊണ്ടുവന്നു, വേറെ ഡോക്ടർമാരെ എല്ലാവരെയും വിളിപ്പിച്ചു, പല സെക്ഷനിൽ നിന്ന് ന്യൂറോയെ വിളിപ്പിച്ചു, എല്ലാവരെയും വിളിപ്പിച്ചു. അവരെല്ലാം വന്ന് പരിശോധിച്ച് ഒരു കുഴപ്പവും എനിക്കില്ല. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു മടി. അവസാനം സാർ എന്നെ അങ്ങ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ അസുഖം എന്താ സാറേ അസുഖം? ഇല്ല, ഇതിനകത്തൊന്നും കാണുന്നില്ല, പോയിക്കോളൂ, വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. എൻ്റെ ഡിസ്ചാർജ് സമ്മറിക്കകത്ത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഡിസ്ചാർജ് സമ്മറിക്കകത്ത് റീസൺ എഴുതിയിട്ടില്ല. കാരണം സാറിന് ഒരാൾക്ക് രോഗം ഉണ്ടെങ്കിലല്ലേ ഈ സാറിന് മരുന്ന് തരാൻ പറ്റൂ. രോഗമില്ലാത്തവൻ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് വീട്ടിൽ വരുന്നു, ട്യൂബിട്ട് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്, ആകെ പ്രോബ്ലമായി. അപ്പോൾ ഇരുട്ട വെളുക്ക എനിക്ക് ഈ ട്യൂബും പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ പോകാൻ വയ്യ, ഈ ട്യൂബുമായിട്ട് കിടക്കുകയാണ്. ആകെ ഞാനങ്ങ് ഒരു പരുവായി ഞാനങ്ങ്. ഞാനൊരു തീരുമാനമെടുത്തു, മനസ്സിലായില്ലേ? എനിക്കിനി ഇങ്ങനെ ജീവിക്കാൻ വയ്യ. എങ്ങനെ? ഈ ട്യൂബും താങ്ങിപ്പിടിച്ച്, അതിൻ്റെ അടിയിലുള്ള കുഴലും താങ്ങിപ്പിടിച്ച്, എനിക്ക് താങ്ങാൻ വയ്യ. ഞാനിവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ട്യൂബ് ഊരിയിട്ട് ഞാൻ വിചാരിച്ചു, ഒന്നുകിൽ മൂത്രം മുട്ടി മരിക്കണം, അല്ലെങ്കിൽ മൂത്രം പോട്ടെ, ഇതിലേതെങ്കിലും ഒന്ന്. ഇനി എനിക്ക് വയ്യ. കാരണം ഞാനിനി കാണിക്കാനൊരു ഹോസ്പിറ്റലില്ല. എല്ലാവരും പറയുന്നത് നിങ്ങൾക്കൊരു കുഴപ്പമില്ല, ഒരു ടെസ്റ്റിലും ഒരു കുഴപ്പവുമില്ല, എല്ലാം പെർഫെക്റ്റ് ആണ്. അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളം കുടിക്കാനൊരു പേടിയാണ്. കാരണം മൂത്രം മുട്ടിയാണ്, എന്തേ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു ചിന്തയാണ് എനിക്കുള്ളത്. അപ്പം അന്ന് ഞാൻ ഏണ്ടൊരു രാത്രി സമയത്താണ് ചെന്ന് ഈ ട്യൂബങ്ങ് ഊരിയിട്ട് ഞാൻ വിചാരിച്ചു, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, മൂത്രം മുട്ടി അങ്ങ് മരിക്കട്ടെ, സാരമില്ല, ഇനി എനിക്ക് വയ്യ. എനിക്കിങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് ഒരു മുണ്ട് കൊടുത്തിട്ട് ഈ ട്യൂബും ഈ പ്ലാസ്റ്റിക് ഇതുമായിട്ട് എനിക്കിങ്ങനെ താങ്ങി പിടിച്ച് എനിക്ക് നടക്കാൻ വയ്യ. ഞാൻ ചെന്നു, ഞാൻ പറഞ്ഞു, എൻ്റെ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, എന്താ ഇത്, എന്തെങ്കിലും ആകട്ടെ, ഒന്നുകിൽ എൻ്റെ അവസാനം, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുന്നു. ഞാൻ കിടന്നു, ഞാൻ ഉറങ്ങി. എങ്ങനെ ഉറങ്ങിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. നല്ല ഉറക്കം. ആ നല്ല ഉറക്കത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മേല് പെരുക്കുകയാണ്. സത്യം ആ നല്ല ഉറക്കത്തിൽ ഞാൻ ആ കാലടി കാണുകയാണ്. ശരിക്കും ഞാൻ ആ കാലടി കാണുകയാണ്. കാലടി കാണുക മാത്രമല്ല, എന്നോടിങ്ങനെ പറയുകയാണ്. എനിക്കത് വ്യക്തമായിട്ടറിയാം, നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ. ഇങ്ങനെ പറയുകയാണ്, പിറന്നു വീണപ്പം മുതൽ ഞാനുണ്ട് നിൻ്റെ കൂടെ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, പക്ഷേ നീ എന്നെ അറിയുന്നില്ല, നിനക്കെന്നെ അറിയാൻ സമയമായി. ഏതാണ്ട് ഈ അർത്ഥം വരുന്ന പരുവത്തിനാണ് പറയുന്നത്. ഈ വാചകം പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ സമ്മറി ഇതാണ്, നിനക്കെന്നെ അറിയാൻ സമയമായി. അപ്പം ഞാനിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഹരേ കൃഷ്ണ എന്ന് ജപിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് എനിക്കൊരു അശരീരി പോലെ, ആദ്യം ഞാൻ അതാ കേട്ടത് കാലടി കാണുന്നതിന് മുമ്പ്. അതെ, കാലടി കാണുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കേട്ടത് അതാണ്, ഹരേ കൃഷ്ണ എന്നെൻ്റെ ഉറക്കത്തിൽ ഞാനിങ്ങനെ ജപിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ഉറക്കത്തിൽ ആരോ വന്ന് പറയുകയാണ്, ഹരേ കൃഷ്ണനല്ല, രാധേ കൃഷ്ണ, സത്യം. ഞാൻ ഹരേ കൃഷ്ണ പറയുമ്പോൾ എന്നോട് പറയുകയാണ്, ഹരേ കൃഷ്ണനല്ല, രാധേ കൃഷ്ണ, കൃഷ്ണനല്ല, രാധ. സത്യം മനസ്സിലാക്കാൻ ഞാനാണ് നിനക്ക് ഈ അസുഖം തന്നത്, ഞാനാണിത് തന്നത്.
ഞാൻ തന്നെ ഇത് എടുക്കുകയാണ്. ഈ അർത്ഥം വരുന്ന ചില കാര്യങ്ങളാണ് എന്നോട് ശരിക്കും പറഞ്ഞത്. അതിനുശേഷം ഞാൻ അപ്പോഴും രൂപം കാണുന്നില്ല, കാലടി കാണാം. കാലടി ഉറക്കത്തിൽ എൻ്റെ ശിരസിലേറോ കൈവച്ചിരിക്കുന്നു, എൻ്റെ തല തലോടുന്നതായിട്ട് എനിക്ക് ഉറക്കത്തിൽ എനിക്ക് സ്വപ്നമാണ്, എന്താണ് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. പക്ഷേ ആ ഉറക്കത്തിൽ സത്യമാണ്, എൻ്റെ ഓരോ രോമങ്ങളും എഴുതി നിൽക്കുകയാണ് എൻ്റെ രാധാറാണി അമ്മേ. ആ ഉറക്കത്തിൽ ഞാനൊരു മന്ത്രം, എനിക്കൊരു മന്ത്രം ഇങ്ങനെ കേൾക്കുകയാണ് എൻ്റെ ചെവിയിൽ. സത്യമായിട്ടും എൻ്റെ ചെവിയിൽ ഒരു മന്ത്രം കേൾക്കുകയാണ്, ഒരു മന്ത്രം കേൾക്കുകയാണ്. ഞാനത് സത്യമായിട്ട് ഞാനത് കേൾക്കുകയാണ്. ഞാൻ ആ മന്ത്രം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആ മന്ത്രം കേട്ടിട്ടില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, മനസ്സിലായില്ലേ, നിന്നെ ഞാനേ എടുക്കുകയാണ്, നിന്നെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ ഞാനാണ് ഈ അസുഖം തന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ തലമുടിയിൽ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ എൻ്റെ തലമുടിയിൽ ഇങ്ങനെ തലോടുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കൊരു വല്ലാത്തൊരു അനുഭൂതിയാണ്. പക്ഷേ ഈ ഒരു മന്ത്രം എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ആ മന്ത്രം പറഞ്ഞു തന്നതിന് ശേഷം ഈ കാലടികൾ തുള്ളിച്ചാടി പോവുകയാണ്. തുള്ളിച്ചാടി പോകുമ്പോഴും ഒരു മന്ത്രം ഞാൻ കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഒരു നൃത്തച്ചോടോടുകൂടിയാണ് പോകുന്നത്. കാലിൽ ചിലങ്കകളും ഒക്കെ ഉണ്ട്. അത് പൊയ്ക്കഴിഞ്ഞ ഉടനെ ഞാൻ ഞെട്ടി ഉണർന്നു. പെട്ടെന്ന് ഞാനങ്ങ് ഞെട്ടി ഉണർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാൻ വയ്യ, ഞാൻ എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ ആ മന്ത്രം ഒരിക്കൽ പോലും ഒരു ദേവീ മന്ത്രം, ആ മന്ത്രം ഏതാണെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. അതെൻ്റെ അടുത്ത് സ്വാമിയും പറഞ്ഞു. അതെനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ രാധാറാണി അമ്മ എനിക്ക് പറഞ്ഞു തന്നതാണ്. നിങ്ങൾ എന്തോ വിശ്വസിച്ചോ, ഞാൻ പറയുന്നത് കള്ളമാണെന്നോ എന്തോ നിങ്ങൾ വിശ്വസിച്ചോ, എനിക്ക് എൻ്റെ ആവശ്യമില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞ് എനിക്ക് ഒന്നും നേടാനുമില്ല. ഈ വീഡിയോ ഇറക്കിയിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കാനും അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ വീഡിയോയുടെ പൈസയൊന്നും ഞാൻ എടുക്കാറുമില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എഴുന്നേറ്റിരുന്നതിന് ശേഷം ഞാൻ ആ മന്ത്രം ഞാൻ പറയില്ല. ഞാൻ ആ മന്ത്രം ജപിക്കാൻ തുടങ്ങി. എത്ര നേരം ജപിച്ചു എന്ന് എനിക്കറിയില്ല. ഞാനങ്ങ് മനസ്സിൽ തട്ടി അങ്ങ് ജപിച്ചു. കാരണം എനിക്കത് മനസ്സിലായി. മനസ്സിൽ തട്ടി ജപിച്ചു. എന്നിട്ട് ഹരേ കൃഷ്ണയ്ക്ക് പകരം ഞാൻ രാധേ കൃഷ്ണ ജപിച്ചു. ആദ്യം രാധേ കൃഷ്ണ 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 രാധേ രാധേ എന്ന് ഞാൻ വിളിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. എനിക്ക് രാധാറാണിയെക്കുറിച്ച് നേരത്തെ എനിക്ക് അറിയാം. ഏതാണ്, ഞാൻ ഈ NMC വാരിയർ സാറിൻ്റെ കൂടെ പോയി അഷ്ടപതി പാടി എനിക്കറിയാം. അപ്പോൾ ഉറക്കത്തിൽ ഈ അനുഭവം കൂടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ, ഒരു 2 ഗ്ലാസ് വെള്ളം അങ്ങ് കുടിച്ചു. ഞാൻ വെള്ളം കുടിക്കത്തില്ല അതുവരെ, എനിക്ക് പേടിയാണ്. 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞാൻ വീണ്ടും വന്ന് എൻ്റെ രാധാറാണി അമ്മ, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു, രാധാറാണി അമ്മ പറഞ്ഞു തന്ന ആ മന്ത്രവും ചൊല്ലി ഞാനങ്ങ് എപ്പോഴോ മയങ്ങി. സത്യത്തിൽ ആ മയങ്ങിയ അവസരത്തിൽ ഞാൻ സ്വപ്നം കാണുന്നത് മരിച്ചുപോയ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരികയാണ്. അമ്മ എൻ്റെ അടുക്കൽ വന്നിട്ട് കുറേ നേരം എൻ്റെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നു. സത്യമാണ് ഞാൻ പറയണത്. ആ ഉറക്കത്തിൽ എൻ്റെ അമ്മ വന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എന്നെ ഇങ്ങനെ ചേർത്ത് വച്ച് എൻ്റെ തലമുടിയിലൊക്കെ ഇങ്ങനെ മാടി ഒതുക്കി. ഇപ്പോഴും എനിക്ക് എൻ്റെ അമ്മയുടെ ചൂട് എനിക്ക് കിട്ടുന്നുണ്ട്. സത്യം, ആ അമ്മയുടെ ചൂട് എനിക്ക് ഉറക്കത്തിൽ വളരെ നന്നായിട്ട് എനിക്ക് കിട്ടുകയായിരുന്നു. അമ്മ ഒന്നും പറയുന്നില്ല, പക്ഷേ യാതൊന്നും പറയുന്നില്ല. ആ അമ്മ ഇങ്ങനെ കുറേ നേരം എന്നെ ഇങ്ങനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് കിടന്ന് എൻ്റെ തലമുടിയൊക്കെ തലോടി എനിക്ക് നെറ്റിയിലൊരൊക്കെ ഉമ്മ തന്നിട്ട് പിന്നെ ഞാൻ കാണുന്നത് എൻ്റെ അമ്മ എണീറ്റ് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി കുറേ കാർമേഘത്തിൻ്റെ ഇടയിലേക്ക് അമ്മ അങ്ങ് കയറുകയാണ്. അപ്പോൾ എനിക്ക് അലറി വിളിക്കണമെന്നുണ്ട്, അമ്മയെന്നും പറഞ്ഞ് അലറി വിളിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തെന്നറിയാം, ഇത്രയായപ്പോൾ ഞാനങ്ങ് എണീറ്റപ്പോഴത്തേക്ക് ഞാനങ്ങ് വിയർത്തങ്ങ് കുളിച്ചുപോയി. ഞാനങ്ങ് ശരിക്കും നമ്മൾ കുറേ നേരം ഓടിക്കഴിയുമ്പോൾ അണയ്ക്കുമല്ലോ, അതുപോലെ ഒരു കിതപ്പ്, ആ കിതപ്പ് എനിക്കുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് 1 ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ചു. ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ആ സംഭവത്തിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ അമ്മയെ സ്വപ്നം കണ്ടിട്ടില്ല. ഈ നിമിഷം വരെയും എൻ്റെ മരിച്ചുപോയ അമ്മയെ പിന്നെ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല.
ഞാൻ കുറച്ച് വെള്ളവും ഒക്കെ കുടിച്ചു. വെള്ളവും ഒക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോഴെനിക്ക് എന്താണ് മൂത്രം ഒഴിക്കണമെന്ന് തോന്നി. അപ്പോൾ എനിക്കിങ്ങനൊരു അസുഖം ഉണ്ടെന്ന ചിന്ത പോലും എനിക്ക് വരുന്നില്ല. ഞാൻ ആ ഉറക്കത്തിൻ്റെ ഒരു ഇതാണ്. ഞാൻ നേരെ ടോയ്ലറ്റിലേക്കങ്ങ് പോവുകയാണ്. ദൈവമേ സത്യം, ദൈവമേ സത്യം, ദൈവമേ സത്യം. ആസ്റ്റർ ഹോസ്പിറ്റലിൽ കിഷോർ സാറ് പഠിച്ച പണി 18 നോക്കിയിട്ടും ഒന്നും നടക്കാതെ എല്ലാം. അത് രോഗമില്ലാത്തതുകൊണ്ടാണ് സാറിന് പറ്റാത്ത. രോഗം ഉണ്ടെങ്കിലല്ലേ ചികിത്സിക്കാൻ പറ്റൂ. നല്ല മനുഷ്യൻ. പക്ഷേ ഞാൻ പോലും അറിയുന്നില്ല, സുഖമമായിട്ട് വളരെ സ്മൂത്തായിട്ട് എനിക്ക് യൂറിൻ പോവുകയാണ്. പിന്നെ എനിക്കിതാ ഇന്ന് വരെ ആ കുഴപ്പം വന്നിട്ടില്ല. അന്ന് ആ മൂത്രമെല്ലാം ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വരുന്നത്. എനിക്ക് ഈ അസുഖം ഉണ്ടെന്ന തോന്നൽ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. എനിക്ക് ഓടിച്ചെന്ന് മുട്ടുകുത്തി എൻ്റെ രാധാറാണി അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ പൂജാമുറിയിൽ രാധാറാണി അമ്മ ഇല്ലല്ലോ. എൻ്റെ പൂജാമുറിയിൽ കൃഷ്ണനേ ഉള്ളൂ. വേറെ ആരെയും ഞാൻ എൻ്റെ പൂജാമുറിയിൽ വെക്കില്ല. കൃഷ്ണനെ അല്ലാതെ ഒരു മനുഷ്യരെയും ഞാൻ എൻ്റെ പൂജാമുറിയിൽ വെക്കില്ല. സത്യത്തിൽ അന്നാദ്യമായിട്ട് പൂജാമുറിയിൽ രാധാറാണി ഇല്ല. എനിക്ക് വലിയ വിഷമം തോന്നി. എനിക്ക് അറിയില്ല, ഈ മൂത്രം പോയി കഴിഞ്ഞ് ഞാൻ വന്നിരുന്ന് കുറേ നേരം കരഞ്ഞു. എന്തിനാണ് കരഞ്ഞതെന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മ മരിച്ചതിൽ പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ടില്ല. സത്യമാണ്. ഞാൻ അടുത്ത ദിവസം രാവിലെ ഓൺലൈനിലൂടെ, മനസ്സിലായില്ലേ, അടുത്ത ദിവസം രാവിലെ ഞാൻ ഓൺലൈനിലൂടെ രാധാറാണിയുടെ ഒരു പ്രതിമ വരുത്തി. ആ ഓൺലൈനിൽ അയച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പം രാധാറാണിയുടെ പ്രതിമ വന്നു. ഞാൻ കൊണ്ടുവന്ന് വെച്ചു. മനസ്സിലായ? ആ പ്രതിമ വെച്ചതിൻ്റെ അന്ന് ഞാൻ വീണ്ടും ആ കാലടി കണ്ടു. കാലടി കണ്ടിട്ട് പറഞ്ഞു, ഞാനേ ഉള്ളൂ, ഞാനാണ് സത്യം. ഉറക്കത്തിൽ ഞാൻ കേട്ടതാണ്. അമ്മേ, എനിക്ക് മനസ്സിലാകുന്നു, അമ്മയാണ് സത്യം. എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. എനിക്ക് കൃഷ്ണഭക്തരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ രാധാറാണിയെ പിടിക്കാതെ കൃഷ്ണനെ പിടിച്ചതിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിച്ചത്. എനിക്കുണ്ടായത് അനുഭവം നിങ്ങൾക്കുണ്ടാകരുത്. നിങ്ങൾ കൃഷ്ണനെ ഭജിച്ചോ, കൃഷ്ണഭക്തരാണ്, ഒരിക്കലും കളയണ്ട. മനസ്സിലായില്ലേ? പക്ഷേ രാധാറാണിയെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഒരിക്കലും കൃഷ്ണനെ പിടിക്കരുത്. അതിൻ്റെ ഫലം ഞാൻ നല്ലതുപോലെ അനുഭവിച്ച ഒരാളാണ്. അതിനുശേഷമാണ് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? രാധാറാണിയെക്കുറിച്ചുള്ള ബുക്കുകളുടെ അന്വേഷണം തുടങ്ങിയത്. ഞാൻ അന്ന് തൊട്ട് രാധാഭക്തനാവുകയാണ്. അന്ന് അവിടെ മുതൽ ഞാൻ രാധാറാണിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, ആദ്യം ഓൺലൈനിലൂടെ കിട്ടാവുന്ന പുസ്തകങ്ങളെല്ലാം ശേഖരിച്ചു. പല ഭാഷകളിൽ നിന്ന് ശേഖരിച്ചിട്ട് അറിയാവുന്നവരെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ പിന്നങ്ങ് ഇറങ്ങുകയായിരുന്നു. പിന്നെ വൃന്ദാവനത്തിൽ ചെന്ന് പല ആൾക്കാരുമായി ചർച്ച നടത്തി. അപ്പോഴാണ് ഞാൻ ഒരു വലിയ സത്യം മനസ്സിലാക്കുന്നതും എൻ്റെ രോമങ്ങൾ എണീറ്റ് നിൽക്കുന്ന ആ സത്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. രാധാറാണിയുടെ കാൽപാദങ്ങളാണ് പ്രാധാന്യം. സത്യമായും വൃന്ദാവനത്തിലും പല രാധാക്ഷേത്രങ്ങളിലും കാൽപാദമാണ് വെക്കുന്നത്. രാധാഭക്തർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രാധാറാണിയുടെ പാദപത്മങ്ങളാണ്. ഞാൻ അറിഞ്ഞില്ലമ്മേ, എനിക്കറിയില്ലായിരുന്നു അമ്മേ. കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ കാണുന്ന പാദപത്മങ്ങൾ എൻ്റെ അമ്മയുടേതാണെന്ന് തിരിച്ചറിയാൻ വർഷങ്ങൾ ഒരുപാട് വേണ്ടി വന്നു അമ്മേ. അത് തിരിച്ചറിഞ്ഞ നിമിഷം ഞാൻ എൻ്റെ അമ്മയോട് മാപ്പ് അപേക്ഷിച്ചു. എന്നോട് പൊറുക്കണേ, ഞാൻ അറിഞ്ഞില്ലമ്മേ. ബ്രഹ്മാവ് പോലും 50,000 വർഷം തപസ് ചെയ്തത് ഈ പാദം കാണാനാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എന്നെ സ്നേഹിച്ചിരുന്നവർ ഓരോരുത്തരായിട്ട് വിട്ടുപോകുമ്പോഴും അന്ന് രാത്രി സ്വപ്നത്തിൽ ഈ കാലടി കാണും. കണ്ടിട്ട് എന്നോട് പറയുമായിരുന്നു, മായയാണ്, ബന്ധങ്ങളെല്ലാം മായയാണ്. ശരിക്കും ഓരോരുത്തരെയായിട്ട് രാധാറാണി തള്ളി അകറ്റുകയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. കാരണം ഞാൻ വല്ലാതെ ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടന്ന ഒരാളാണ്. മനസ്സിലായ? ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ്. അമ്മ, അച്ഛൻ,
മക്കൾ, അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, സഹോദരിമാർ, കൂട്ടുകാർ, ഈവൻ ഞാൻ സ്കൂളിൽ പഠിച്ച സ്കൂളുണ്ടല്ലോ, അവിടെ വരെ എനിക്ക് ഭയങ്കരമായ ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അങ്ങനെ അമ്മയെന്നും അച്ഛനെന്നും, മനസ്സിലായില്ലേ, സഹോദരങ്ങളെന്നും സഹോദരിയെന്നും കാര്യം മനസ്സിലായ, അങ്ങനെ ഞാൻ അറ്റാച്ച്മെൻറ്റ് കുഞ്ഞുങ്ങളെ കണ്ടാലും ആരുടെ മക്കളെ കണ്ടാലും എല്ലാം എനിക്കങ്ങ് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. എൻ്റെ അമ്മ, രാധാറാണി അമ്മ, ഇതിൽ നിന്നെല്ലാം എന്നെ മാറ്റി. എൻ്റെ എല്ലാവരെയും രാധാറാണി അമ്മ തള്ളി 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 മാറ്റുകയായിരുന്നു. ആ സത്യം എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ഈ മൂത്രത്തിൻ്റെ അസുഖം തന്നത് രാധാറാണി അമ്മയാണ്. കാരണം ആ അസുഖമില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും ഞാൻ രാധാറാണി അമ്മയുടെ അടുക്കൽ എത്തില്ലായിരുന്നു. അപ്പം അമ്മയുടെ അടുക്കൽ എത്തിക്കാൻ ഈ അസുഖം തന്നിട്ട് എന്നെ കൊണ്ടത് ചൊല്ലിപ്പിച്ചു. അപ്പം എന്നെ രാധാഭക്തനാക്കാൻ വേണ്ടി കാരുണ്യവതിയായ എൻ്റെ അമ്മ തന്ന ഒരസുഖം മാത്രമായിരുന്നു അത്. ഇത് നിങ്ങൾ വിശ്വസിക്കാം, നിങ്ങൾക്ക് തള്ളിക്കളയാം, എന്തു വേണമെങ്കിലും ചെയ്യാം. പക്ഷേ സത്യം, എന്നെ രക്ഷിച്ചത് എൻ്റെ രാധാറാണി അമ്മയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വരുന്ന ഓരോ രോഗവും തരുന്നത് ഭഗവാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ആസ്റ്റർ ഹോസ്പിറ്റലിലെ ആ ഡോക്ടർക്കൊന്നും ചെയ്യാനില്ല. കാരണം രോഗം ഉണ്ടെങ്കിലേ ആ മനുഷ്യൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അന്ന് തൊട്ട് ഞാൻ രാധാറാണിയെക്കുറിച്ച് റിസർച്ച് നടത്തുകയും അങ്ങനെ രാധയുടെ പ്രണയം എന്ന എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇനി ഒന്നും കൂടെ പറയട്ടെ, രാധാറാണി അമ്മ എനിക്ക് പറഞ്ഞു തന്ന മന്ത്രം അത് പറയണ്ടെന്ന് എൻ്റെ അടുത്ത് വൃന്ദാവനത്തിലെ സ്വാമിയും പറഞ്ഞു. പക്ഷേ ഞാൻ ആ കാലടി ഓടി ഓടി പോകുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് കേട്ടോളണം. ഞാൻ കുഞ്ഞുനാളിലും ആ ഗാനം അത് കേൾക്കാറുണ്ട്. പക്ഷേ ഉണർന്നു കഴിയുമ്പോൾ അത് മാത്രം ഞാൻ മറന്നു പോകുമായിരുന്നു. കൃത്യമായിട്ടും ഞാൻ ആ ഗാനം നല്ല വ്യക്തമായി കേട്ട് എനിക്ക് ഓർമ്മ വന്നത് ഈ ദിവസം ഞാൻ മൂത്രമുട്ടിക്കിടന്ന അമ്മ എനിക്ക് മന്ത്രം തന്നല്ലോ, എന്നിട്ട് എണീറ്റ് ഞാൻ മൂത്രം ഒഴിച്ചല്ലോ. അപ്പോൾ അമ്മ എന്നെ വന്ന് കണ്ട ആ നിമിഷം എനിക്ക് അമ്മ മന്ത്രം പറഞ്ഞു തന്നിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ ആ പാദങ്ങൾ ഇങ്ങനെ ഓടിപ്പോകുന്നത് കാണാം. അപ്പോൾ ഞാൻ കേട്ടതാണ്, വ്യക്തമായിട്ട് ഞാൻ കേട്ടതാണ് മറ്റൊരു മന്ത്രം. അത് ഞാൻ പറഞ്ഞു തരാം. അറിയണ്ടേ നിങ്ങൾക്ക് എന്താണെന്ന്? രാധാഭക്തരെ, എൻ്റെ ഓരോ രോമങ്ങളും എഴുന്നേറ്റ് നിൽക്കുകയാണ്. എൻ്റെ രാധാറാണി അമ്മേ, എൻ്റെ പൊന്ന് രാധാറാണി അമ്മേ, എൻ്റെ പൊന്ന് രാധാറാണി അമ്മേ. അമ്മയുടെ കാൽപാദങ്ങൾ അകന്നകന്നു പോയപ്പോൾ ഞാൻ കേട്ട ആയിരടി, ഞാൻ കേട്ട ആ മന്ത്രം, ആ മഹാമന്ത്രം ഞാൻ പറയട്ടെ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഈ മന്ത്രം കൃഷ്ണൻ ചൊല്ലിയ മഹാമന്ത്രമാണെന്ന് ഞാൻ അറിയുന്നത് പിന്നീടും എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ്. ഒരുപക്ഷെ കറതീർന്ന കൃഷ്ണഭക്തനായതുകൊണ്ട് കൃഷ്ണൻ തന്നെ ആയിരിക്കും എൻ്റെ ഭക്തിയിൽ സംപ്രീതനായിട്ട് എന്നെ രാധാറാണി അമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുപോയത് ആയിരിക്കാം. എന്നെ രാധാറാണിയുടെ അമ്മയുടെ അടുക്കലേക്ക് പോയത് കൃഷ്ണനായിരിക്കാം. കൃഷ്ണനും കോടി കോടി നമസ്കാരം. കൃഷ്ണനായിരിക്കാം എന്നെ രാധാറാണി അമ്മ അടുക്കിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, രാധാറാണി അമ്മ ഇല്ലാതെ, രാധാറാണി അമ്മയെ പിടിക്കാതെ കൃഷ്ണനെ പിടിക്കരുതേ കൃഷ്ണഭക്തരെ പിടിക്കരുതേ. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇന്ന് എന്നോടൊരാൾ ചോദിക്കുകയാണ്, കൃഷ്ണൻ രാധ രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷെ ഒരാൾ ചോദിക്കുക, ആരെങ്കിലും ഒരാളെ എടുക്കാവൂ, കൃഷ്ണനെ വേണോ രാധാറാണിയെ വേണോ? രണ്ടാമതൊരാൾ പാടില്ല.
ഒരാള് എന്ന് പറഞ്ഞാൽ നിസ്സംശയം ഞാൻ പറയുന്നു, കറതീർന്ന കൃഷ്ണഭക്തനായിരുന്ന AR ദിലീപ് കുമാർ പറയുന്നു, കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ മറ്റൊരമ്പലത്തിലും പോകാതിരുന്ന AR ദിലീപ് കുമാർ പറയുന്നു, ഇതിലാരാണ് വലുതെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും രാധാറാണി. എനിക്ക് രാധാറാണി അമ്മ മതി. ഇനി എത്ര ജന്മം കിട്ടിയാലും എൻ്റെ രാധാറാണി അമ്മ മതി. പുല്ലായി ജനിച്ചാലും പുഴുവായി ജനിച്ചാലും എനിക്ക് എൻ്റെ രാധാറാണി അമ്മ മതി. ഇപ്പം എൻ്റെ ലോകം രാധാറാണി അമ്മയാണ്. രാധാറാണി അമ്മയ്ക്ക് അപ്പുറം എനിക്കൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സെ, ഞാൻ ഇങ്ങനെയാണ് രാധാഭക്തനായത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെയാണ് രാധാഭക്തനായത്. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. എന്നോടൊത്ത് ആനന്ദ നൃത്തം ചവിട്ടൂ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനിയ വാലി രാധാറാണി കി ജയ്. എൻ്റെ കൺകണ്ട ദൈവൻ രാധാറാണി അമ്മ കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന രാധാറാണി അമ്മ കി ജയ്. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. ഒരിക്കൽ കൂടി ആ കാലടികൾ അകന്നു പോയപ്പോൾ ഞാൻ കേട്ട ആ മന്ത്രം എന്നോടൊപ്പം വീണ്ടും പാടൂ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. ഈ ഗാനം ഒരു തരംഗമായി മാറട്ടെ. ഓരോ വീട്ടമ്മമാരും ഓർമ്മിക്കൂ, ഇത് രാധാറാണി കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ വീണ്ടും വീടുകളിൽ ഇത് തുടങ്ങിക്കൊള്ളൂ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ.